കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള MT വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ചികിത്സയോട് നേരിയ രീതിയിൽ പ്രതികരിക്കുന്നത് തുടരുന്നുവെന്നും അല്പം മുൻപ് ഇറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നുണ്ട്. അഭിജിത്ത് മുഴക്കുന്നാണ് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നത് കോഴിക്കോട്. അഭിജിത്ത്, ഏറ്റവും പുതിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ എങ്ങനെയാണ് MTയുടെ ആരോഗ്യനില വിലയിരുത്തുന്നത്? ഉന്മേഷ്, ബേബി മെമ്മോറിയൽ ആശുപത്രി അധികൃതർ അല്പസമയം മുൻപാണ് MTയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ നൽകിയത്. അതിൽ അവർ പറയുന്നത് ഇപ്രകാരമാണ്: MTയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു. പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം, ചികിത്സയോട് നേരിയ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. അത് നേരത്തെയും അത് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും അവർ അത്തരത്തിലുള്ള ഒരു അപ്ഡേഷനാണ് നൽകിയത്. മരുന്നുകളോട്, ചികിത്സയോട് നേരിയ രീതിയിൽ MT പ്രതികരിക്കുന്നുണ്ട്. അതിപ്പോഴും തുടരുന്നുണ്ട്. അതുതന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യവും. കഴിഞ്ഞ 15-നാണ് MTയെ ശ്വാസ സംബന്ധമായ അസുഖത്തെ തുടർന്ന്, അത്തരം ബുദ്ധിമുട്ടുകളെ തുടർന്ന് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നാലെ തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തിന് ഹൃദയസ്തംഭനമുണ്ടായി. ഇതാണ് ആരോഗ്യനില വഷളാകുന്നതിലേക്ക് നയിച്ചത്. പിന്നീട് ഇടവേളകളിൽ മെഡിക്കൽ ബുള്ളറ്റിനുകൾ പുറത്തിറക്കിയിരുന്നു. അതിലൊക്കെ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിനായുള്ള ഒരു പ്രാർത്ഥനയിലായിരുന്നു കേരളം ഒന്നാകെ. അതിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം, 2 ദിവസം കഴിഞ്ഞ് പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ അദ്ദേഹം ഈ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്ന് ആരോഗ്യ സംഘം, മെഡിക്കൽ സംഘം അറിയിച്ചത് തന്നെയാണ്. നിലവിൽ 24 മണിക്കൂറും അദ്ദേഹത്തിന് ഈ ആശുപത്രി അധികൃതർ, ഡോക്ടർമാരുടെ ഒരു സംഘം അദ്ദേഹത്തിന് നിരീക്ഷണത്തിലുണ്ട്. അദ്ദേഹം അത്ര കൃത്യമായ രീതിയിലുള്ളൊരു ചികിത്സ അദ്ദേഹത്തിന് ഉറപ്പ് നൽകുന്നുണ്ട്. ഏതായാലും അദ്ദേഹം മടങ്ങി വരും. കൂടുതൽ കരുത്തോടെ അദ്ദേഹം ഈ രോഗത്തെയൊക്കെ അതിജീവിച്ച് വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അത്തരത്തിലുള്ളൊരു കാര്യത്തിൽ തന്നെയാണ് എല്ലാ മലയാളികളും ഉള്ളത്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.